സത്യം കണ്ടോ. നമ്മളിപ്പം കുര്യത്തേക്ക് പോവാണ്. കുര്യത്ത് ഒരു ഹോട്ടലുണ്ട്. അത് പിന്നെ അവിടെ മന്തി ഇല്ലാന്നത്. ഇപ്പൊ അവിടെ ഒരു മന്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മന്തി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഇവിടുന്ന് നമുക്ക് അറിയാം. നമ്മള് ക്ഷേത്രത്തിന്റെ അതിലെങ്ങനെയാ പോണ കേട്ടോ. നമ്മൾ അരുവിക്ക ക്ഷേത്രത്തിന്റെ അതുകൂടിയാ പോണ കേട്ടോ. പോത്തൻ പോകണ്ട, ഒരു പോത്തനാണ് ഇപ്പം പോകണ്ട കണ്ടോ. നമ്മൾ പോത്ത് പോയിട്ട് പോകാന്ന് വിചാരിച്ചു. ഇവിടെ വഴി കുറച്ച് മോശം കേട്ടോ. നമ്മുടെ ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇടറൂടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എത്ര മോശപ്പെട്ട് കിടക്കണത്. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അമ്പലം അടുത്തായോണ്ടേ. റബ്ബറും തോട്ടാട്ടോ. റസില് ചെറിയ പുല്ലോട് കൂടിയിട്ട് റബ്ബറും തോട്ടം. നല്ല കുലുക്കാണ്. കുലുങ്ങിയാണ് പോണത്. നമ്മളെ പൊന്നു ഉറങ്ങിപ്പോയി. പൊന്നു നല്ല ഉറക്കാം. പൊന്നു ഉറങ്ങി. പൊന്നാന ഉറങ്ങിപ്പോയി. പൊന്നാന ക്ഷേത്രത്തിന് കൂടെ നല്ല മോശമായിട്ടാണ് കിടക്കണം വഴി. അങ്ങോട്ടാണ് അരുവിക്ക പോണ അങ്ങോട്ടാണ് കേട്ടോ. നമ്മളിപ്പം കുര്യത്തേക്ക് പോവാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. മഴക്കാറുണ്ട് കേട്ടോ. നമ്മളെ ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്തിയ സ്കൂളാണ്. അടുത്തേക്ക് എത്താറായി. ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതാണ് എന്ത് പുക പിന്നെ സത്യം കണ്ടോ. ഇതാണ് നമ്മൾ മന്തി കഴിക്കാൻ വന്നത്. കൊക്കോപ്പല്ലി റെസ്റ്റോറൻറ്റ്. ഇവിടെ മൊത്തം പുകച്ച് പാടുവാങ്ങ. ഇവിടെ കുഴിമന്തി കിട്ടും കണ്ടോ. കുഴിമന്തി ഞാനവിടെ വണ്ടി വെച്ചു വരുവാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ് കൊക്കോപ്പല്ലി. ഇതിനകത്ത് ഇതാണ്. വാഷ് ചെയ്യാൻ വന്നേക്കണം കേട്ടോ. വാഷ് ചെയ്യാൻ വന്നേക്കമാണ്. എന്തായാലും ഞങ്ങൾ ഒരു അല്ല വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ? ഞങ്ങൾ മന്തി കഴിക്കാൻ വന്ന കേട്ടോ. പക്ഷെ മന്തി 4:30 ഞങ്ങളിവിടെ 3:30 ആയപ്പോഴാണ് വന്ന്. നല്ല സൂപ്പർ ആംബിയൻസ് ഉണ്ട് ഹോട്ടലായിട്ട്. ഇപ്പോൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഒരു വട്ടം കഴിച്ചു. പൊന്നു ഉറങ്ങിപ്പോയേ. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 1 മണിക്കൂറുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കാം. അപ്പം നിങ്ങളെ ഞങ്ങൾ ഈ ഹോട്ടലിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാൻ കണ്ടു. ഹോട്ടലിൻ്റെ ഉൾവശം നല്ല ആംബിയൻസാണ്. നല്ല മഴ പെയ്യും. വെള്ളം എങ്ങനെ സൈഡ് നല്ല രസമായിരിക്കും കേട്ടോ. നേരത്തെ ഇവിടെ ഓല മേഞ്ഞൊക്കെ സ്ഥലമായിരുന്നു. ഓലയൊക്കെ പോയില്ല. നമ്മുടെ ചിക്കു അവിടെ ഇരിപ്പുണ്ട്. ചിക്കു നമ്മുടെ പൊന്നു സ്വർണ്ണയാണ്. ചിക്കും പൊന്നു സ്വർണ്ണമാണ്. അത് അപ്പുറത്ത് കാണുന്നത് AC ആട്ടോ. AC ആണ്. AC-ലിരുന്ന് നല്ല അടിപൊളിയാണ് ഈ മന്തിയൊക്കെ കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ നല്ല ചാമ്പങ്ങ ഉണ്ട്. നമ്മൾ ചാമ്പങ്ങ പറിക്കാം. നല്ല ലൊക്കേഷൻ ആട്ടോ. ഇവിടെ ഒത്തിരി പേര് വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന. അത് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നത് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഈ സൈഡിലേക്ക് ഇരുന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കണം. സാധനം ഇരിപ്പുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തീർത്തു.
ഒരു ഗ്ലാസ് വെള്ളം തീർത്തോട്ടോ. മന്തി കഴിക്കാൻ വേണ്ടി വന്ന് പെട്ടിരിക്കുക. ഒരു മണിക്കൂർ ഇരിക്കേണ്ടി വരും മന്തി കഴിക്കാൻ. എന്തായാലും നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിട്ടുന്ന മന്തി എങ്ങനെയാണ്? ഇവിടുത്തെ മന്തി ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കൊക്കോ പെല്ലി. കൊക്കോ പെല്ലി കുരിയത്താട്ടോ, കുരിയൻ ടൗണിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോട്ടലിൻ്റെ അകത്ത് നല്ല അക്വേറിയത്തിൻ്റെ അകത്ത് വലിയ അത് മറിച്ചിട്ട് കേട്ടോ, ഇമ്മണി വലിയ മീനുണ്ട് കേട്ടോ. 2 മീൻ കിടപ്പുണ്ട്. എന്താണെന്ന് ഏത് ഇനം മീനാണെന്ന് അറിയില്ല, അത് നമുക്ക് ചോദിക്കാം അവരോട്. എന്തായാലും പൊന്നൂസിനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായി. അപ്പോൾ എന്തായാലും ഞങ്ങളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും മീനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് വെച്ചാൽ കേട്ടോ. ആ മീൻ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? പറഞ്ഞോ, പറ. പറഞ്ഞോ, ഞാൻ മീൻ എങ്ങനെയുണ്ട്? വലിയ മീനല്ലേ? മീൻ പറ. മീമിയാന്ന് പറയടി. കേട്ടോ, മീമിയ. പൊറോട്ട ആയിട്ട് വരുമ്പം പറയാം. പറയണോ? പൊന്നു ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. പൊന്നു ഞങ്ങളെല്ലാം മന്തി കഴിക്കാൻ വന്ന് ഞങ്ങൾ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരം ഉള്ളൂ കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളില്ല മന്തി ഉള്ളൂ. ഒരു 4 മണി കഴിഞ്ഞ മന്തിയാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, 4 മണി കഴിഞ്ഞ മന്തി കഴിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ പൊറോട്ട കഴിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ പൊറോട്ടയും ഒരു എഗ് റോസ്റ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ വരും. എന്തായാലും ഞങ്ങൾ ഓരോ പൊറോട്ട കഴിക്കാം. അതിൽ ഞങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പൊറോട്ട ഉണ്ടോ. ഞങ്ങൾ 2 പൊറോട്ട, ഒരു എഗ് റോസ്റ്റും പറയും, പിന്നെ വെള്ളവും. മന്തി കഴിക്കാൻ വന്ന് ഞങ്ങൾ 2 പൊറോട്ടയും ഒരു എഗ് റോസ്റ്റും ഉണ്ടോ. അപ്പം ഞങ്ങൾ പൊറോട്ടയും എഗ് റോസ്റ്റും ട്രൈ ചെയ്ത് നോക്കട്ടെ, കളയണ്ട. എഗ് റോസ്റ്റും പൊറോട്ട കഴിച്ചു കഴിഞ്ഞു. പൊന്നതിനകത്ത് തക്കാളി എല്ലാം പെറുക്കിട്ടില്ലാണ്. ഇതിപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഒരെണ്ണം കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നില്ല. മന്തി കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സേവ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. മന്തി കഴിക്കുന്ന ഞാൻ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു പൊറോട്ട കഴിച്ചു, പക്ഷേ വീണ്ടും കൊതി തോന്നുന്നുണ്ട് കഴിക്കാൻ. അങ്ങോട്ട് പോകാം. മീൻ്റെ ഞങ്ങളിവിടെ ചുമ്മാ ഇതുവരെ മന്തി ആയിട്ടില്ല. മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പൊറോട്ട തേച്ചാലും മന്തി ഒന്നും തോന്നണില്ല. പൊന്നുമാണ് ഇവിടെ മീനിനെ കണ്ടുകൊണ്ട് നടക്കുക. മീനുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ സോഫയിൽ ഇരിക്കാന്ന് വിചാരിച്ചു. മീനെ കാണാൻ നമുക്ക് ഇരിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ടേബിള് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരുവാണെങ്കിൽ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം ഞങ്ങളിവിടെ സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ സമയമാകുമ്പോൾ അവിടെ പോയി ഇരിക്കാമല്ലോ. ഓ മീമി ഉമ്മ കൊടുക്കണു. പൊന്നു മീനിന് ഉമ്മ കൊടുക്കുക. ഉമ്മ കൊടുത്തു. മീനിന് ഉമ്മ കൊടുക്കണേ. പൊന്നു മീൻ ചുണ്ട് കടിച്ച് പുറത്തോട്ട് പോയില്ല കേട്ടോ മീൻ. ഉമ്മ ഈ ഫ്രെയിം മാത്രമേ ഉള്ളൂ അനങ്ങണത്, ഗ്ലാസ് അനങ്ങൂല. ഇല്ല നീ ഇത് അടിക്കില്ലേ? അയ്യോ കടിക്കോ. പൊന്നു പറയുന്ന കടിക്കൂന്ന്. മീനിനെ കണ്ടിട്ട് കടിക്കൂന്ന് പറയണ. എനിക്കത് ചേർമീനാന്ന്. അതെന്തോ വരാലനത്തിൽപ്പെട്ടതോ മീനാ. മീമി എങ്ങനെ കടിക്കണേ?
ഇതാണ് ഖോഖോ ഫലി. സുഹൃത്തുക്കളെ, ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ മിച്ചം ഇരിക്കേണ്ട പീരീഡാണോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി കഴിക്കാൻ വീട്ടിൽ പോകാൻ തുടങ്ങിയതായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും മന്തി കഴിച്ചിട്ടേ പോകുന്നുള്ള തീരുമാനത്തോടുകൂടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം താമസമെടുക്കും മന്തി റെഡിയാകാൻ. അങ്ങോട്ടോ ഈ ഇതിൻ്റെ ഒരു സുഖം വേറെ ആയിരിക്കും. 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് അല്ലേ വെയിറ്റ് ചെയ്ത് മന്തി കഴിക്കുന്നതിന്റെ സുഖം ഒരു സ്വാദിഷ്ടമായ കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ ഒരു മന്തി ട്രൈ ചെയ്തിട്ടുള്ള ഇടപാടുള്ളെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പം മന്തി കഴിച്ചിട്ട് ഞങ്ങൾ പറയും എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഒന്നുകൂടെ തകർക്കാണ്. ഒന്ന് നല്ല മൂടില്ല. മറിഞ്ഞു വീഴും. ഞങ്ങള് മന്തി കാത്ത് നിൽക്കുവാണ്. മന്തി റെഡി കാത്ത് നിന്ന് മന്തി കഴിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. മന്തി കഴിച്ചിട്ടാ പോകും. മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളു. നമ്മൾ ഇവിടെ മന്തിയുടെ ചോട്ടിൽ തന്നെ നിൽക്കുവാണ് ഞങ്ങള്. മന്തി ഇവിടെ നിന്ന് കഴിച്ചിട്ടായിരുന്നു പോകുന്നുള്ളൂ ഞങ്ങള്. ഒന്നൂസേ, മന്തി കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ അല്ലേ? ഒന്നൂസ് ഇങ്ങനെ ഓടി നടക്കുവാണേ. ഒന്നൂസിന് ഭയങ്കര സന്തോഷമാണ്. വണ്ടിയൊക്കെ കയറുന്നുണ്ടോ? ഒന്നൂസ് ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. ഒന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നൂസ് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ചെറിയ ചാറ്റുമഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഈ ചാറ്റുമഴയത്തിരുന്ന് ശാലം മന്തി കഴിച്ചിട്ട് പോകും. മഴ കൂടി നല്ല ചെറുകടിയുണ്ട് അവിടെ. ചെറുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഴുന്നോടെ ഉണ്ട്. നമ്മുടെ ഇതിന്റെ പേര് വന്നു കട്ട്ലേറ്റ്. അപ്പൊ ഇപ്പൊ വരുവാണെങ്കിൽ മഴയത്ത് ഈ സൈഡിൽ ഇങ്ങനെ എല്ലാവർക്കും നല്ല വീടല്ലേ, നല്ല ചായയും നല്ല ചെറുകടിയൊക്കെ കഴിക്കാം. ഒന്നൂസ് ഇവിടെ തകർക്കാം. വെളിയിൽ നിന്ന് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നൂസ് ഇവിടെ തകർക്കാം. ഓക്കെ, ജ്യൂസ് കിട്ടും ഇവിടെ കേട്ടോ. ഇവിടെ ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന സ്ഥലമാണ് ജ്യൂസ് കോർണർ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല മസാല ദോശ ഉണ്ട്. നല്ല മറ്റേ റോസ്റ്റ് ഉണ്ട്, പൂരി മസാല ഉണ്ട്, അപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്, കിട്ടും, മുന്തിരിങ്ങ ജ്യൂസ് കിട്ടും. ഇത് കുഴപ്പമില്ല. ഞാൻ വിളമ്പുന്ന വീഡിയോ ഞങ്ങൾ നേരത്തെ എടുത്തായിരുന്നു, പക്ഷെ കിട്ടിയില്ല മീസ്. എൻ്റെ ഒരു കൈയബദ്ധം പറ്റിപ്പോയി, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എന്തായാലും പറഞ്ഞോ, ഇവിടെ വിളമ്പിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. പിന്നെ ചെസ്റ്റ് പീസ് ഹാഫ് അവിടെ ഇട്ട് ഹാഫ് ഇവിടെ ഇട്ട് ഇത്രയൊക്കെ തിന്നുള്ളൂ. അത് നമുക്ക് പാഴ്സൽ എന്തായാലും ഞങ്ങൾ മന്തി കഴിക്കാൻ പോകാം.
അതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ കൊതി കൊതി കൂറും മന്തി. ഇവിടെ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ നീക്കി മയണൈസ് മന്തിക്ക് മയണൈസ് ഇല്ല പിന്നെ എന്താണ് രസം നിനക്ക് വേണ്ട ഇവിടെ വന്നു കണ്ടോ ആ സാധനം പൊന്നു തിന്നുന്നുണ്ട് പൊന്നു സലാഡ് മാത്രമേ തിന്നുന്നു ഹായ് പറഞ്ഞു നമുക്ക് ആവശ്യം പോലെ ബ്ലാക്ക് പേപ്പർ കുരുമുളക് ഇതുവരെ മന്തിയിലൊന്നും കണ്ടിട്ടില്ല കുരുമുളകുണ്ട് അതിനകത്തില്ലെന്ന് ഞാൻ സലാഡിനാണ് നല്ല അടിപൊളി മന്തിയാണ് നല്ല വെറൈറ്റി നല്ല അടിപൊളി മന്തിയാണ്. 50 സെക്കൻഡ് ആയി ഇവിടെ വെറുതെ ആയില്ല കാത്തിരുന്നു നമ്മുടെ കാത്തിരുന്ന പുലിയെത്തി കേട്ടോ കാത്തിരുന്ന പുലിയെത്തി അവിടെ മയണൈസ് ചിക്കൻ എങ്ങനെ അങ്ങോട്ട് കടിക്കണം അല്ലേ? ചട്നി അല്ല എങ്ങനെയുണ്ട് ചട്നിയില? ടേസ്റ്റാ മന്തി എങ്ങനെയുണ്ട്? ഈ അടുത്ത പ്രദേശത്ത് കഴിച്ചത് വെച്ച് അടുത്ത പ്രദേശത്തല്ല നമ്മൾ കഴിച്ചത് വെറൈറ്റി പക്ഷേ പല ഹോട്ടലും പല രീതിയല്ലേ? ഇല്ല ചിക്കൻ പറക്കി തിന്നാ മയണൈസിനൊരു മധുരം ഇതിനൊരു എരിവ ചട്നിക്ക് ചിക്കൻ എടുത്തു കഴി ഗ്ലാസ് കേട്ടല്ലോ അവിടെ ഇല്ലാതെ മുളങ്ങ പൊന്നു വേണ്ട എന്തായാലും ഗ്ലാസ് എന്നാ വേണ്ടേ ഇതോ അതല്ലേ എന്നാ മയണൈസാണ് ഞാൻ തരാം എന്താ ഓരോ അവിടെ ഒരു സഹായം കൂടെ കിട്ടും അവിടെ പൊറോട്ട് പോലെ ഇരി അവിടെ ഇവിടെ ഇടാനാ ഇരിക്കവിടെ അതൊക്കെ പറയാം ചേട്ടന്മാര് വഴക്ക് പറയും ഓ ഞാൻ എടുത്തു കൊടുത്തുവിടുവേ എന്നതാ അത് കുടിക്കുന്ന സാധനമല്ല എന്നതാന്ന് പറ നീ ഒരു നീക്കി വെച്ചു കൊടു എന്നാ ചെയ്യാൻ അത് ഒരു കുടിക്കുന്നില്ല തൈരാന്നും പറഞ്ഞ എനിക്ക് വിളമ്പാനാന്നേ ചേട്ടൻ കൊണ്ട് വഴക്ക് പറയും നിങ്ങൾക്കെല്ലാം വേണം ഇതിനകത്തെ വേണ്ടല്ലോ അവർ വിളിച്ച ഇട്ടോണ്ട് പോകാൻ പറഞ്ഞു പ്രൈസ് വേണം ഇതിനകത്ത് നിന്ന് എടുത്തോ ആണെങ്കിൽ എനിക്ക് ഇതൊന്നും വായിക്കാ പറയാം അഡീഷൻ മേക്കിലായിരിക്കും വേണ്ട ഇത് വാങ്ങിക്കണം വലിയ വേണം അപ്പൊ എന്താ ഈ പ്രഷറോട് പറയാൻ പ്രഷറോട് എന്താ പറയാ അടിപൊളിയാണ് എല്ലാവരും നമ്മുടെ ഈ ഏരിയയിലുള്ളവരെല്ലാവരും നമ്മുടെ ഏരിയയിലൊന്നുമല്ലേ ഇതിലെ പോകുന്ന ആർക്കും ഈ ഏറ്റുമാനൂർ കുറവിലിങ്ങാട് റൂട്ട് പോണ എല്ലാവർക്കും കുരിയം കൂടി പോണ എല്ലാവരും കുര്യത്ത് ഈ കടയിൽ വന്ന് മന്തി കഴിക്കുന്നു മന്തി എല്ലാവരും മിക്കാറുള്ള സാധനമുണ്ടാവും എനിക്കിഷ്ടം അവന് വേണ്ടേ ഒരു എക്സാം തരുമൊന്നുമില്ല
അവനറിയാം ഇതുള്ളപ്പോൾ തലവിട്ടില്ല. കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ക്യാമറ ആയിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും നല്ലതായിരുന്നു. അറിയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ മന്തി ബ്ലോഗ് ഇവിടെ. മന്തി ബ്ലോഗ് വെളിച്ചം എന്തായാലും മുഖത്തെ പോയി തൂക്കണം. മയോണൈസ് മതിയോ? എന്നിട്ട് ഞാൻ പിന്നെ അടിപൊളി. താങ്ക് യു. നിർത്തി നിർത്തി വീഡിയോ നിർത്തിയെന്നല്ല, മന്തി നിർത്തി. കുടിനെ വിശ്വാ ഓ തുടക്കി ചിക്കൻ തിന്നെ വേണ്ട ക്യാമ്പും പോയി. ഇതാണ് ഇനി ഇത് ഇതിനുണ്ട് മേഡത്തിന്റെ ബാക്കി. പൊന്നു എനിക്ക് തുടച്ചു തരും. ആ പപ്പായ്ക്ക് തുടച്ചു കൊടുക്കണം. പപ്പായ്ക്ക് തുടച്ചു കൊടുക്കണം പൊന്നു. രണ്ട് പോകണോ? ഇത് പായസം എടുത്തോ. ശകല സലാഡ് ശക്കൽ പറ്റുന്നത് നിങ്ങളെ കൊണ്ടോ. അങ്ങനെ ചിക്കൻ രണ്ട് അങ്ങനെ നമ്മുടെ മന്തി കഴിച്ച് തീർത്ത് വീട്ടിലേക്ക് പോകുന്നതിനാണ്. പൊന്നൂൻ്റെയാണ് കേട്ടോ അത്. പൊന്നൂടെ തിന്നോണ്ടിരിക്കുന്നത് ഇന്ന് തീർന്നിട്ടില്ല. പൊന്നു ചിക്കൻ ഒക്കെ ഉണ്ട്. ഗ്രാമ്പ് ഇതുപോലെ ഞാനൊന്നും മന്തി തിന്നില്ല, തിന്നിട്ടില്ല. ഇപ്പൊ മന്തി മാത്രം ബിരിയാണി തിന്നില്ല. ബിരിയാണി വേണ്ട, ബിരിയാണി ചേർത്ത്. പക്ഷേ ഈ മന്തി നല്ല മന്തി. കുരുമുളക് സാധാരണ കുരുമുളക് കിട്ടില്ല. കുരുമുളക് ഇല്ല മന്തിക്കകത്ത്. അത് ആവശ്യം പോലെ കുരുമുളക് കിട്ടും. ഒരു ദിവസം തുടച്ചു തരുവാ. ഒരു ദിവസം പപ്പാനെ അമ്മേനെ തുടച്ചു തരും. പൊന്നൂൻ്റെ ചിക്കനും റൈസും കൂടി ഇരിക്കുക. കുരുമുളക് ഉണ്ടോ? കുരുമുളക് എത്ര എണ്ണം എനിക്ക് കിട്ടിയെന്ന് അറിയാം. ഒരു സ്ഥലം മന്തി പാവിച്ചോ? വേണ്ട ഒരു ദിവസം മന്തി വാങ്ങി. അപ്പം അതൊന്നും പെറുക്കി തിന്നാണേ. നിലത്തൊന്നും പെറുക്കല്ലേ. നിലത്തൊന്നും പെറുക്കി തിന്നാ എനിക്ക് നോക്കുവാണ്. അങ്ങനെ സലാഡൊന്നും എടുക്കൂലായിരിക്കും. അവൾക്ക് വേണം. അവളിതൊന്നും തിന്നത്തില്ല. അവൾക്ക് കുക്കുമ്പർ ചട്നിയൊക്കെ എന്തിനും ഇത്രയും തന്നെ അല്ലേ? കുറേ ഉണ്ട്. നോക്കൂ ചട്നി നോക്കൂ. ഇത്രയും ചട്നിയാണ് തന്നെ. ഇത് മൊത്തം തിന്നുന്നില്ല. ആകെ 2 സ്പൂൺ ചട്നി എടുത്തുള്ളൂ. നല്ല എരിവ്, നല്ല രസമുണ്ട് ചട്നി. നല്ല പുളി എരിവും പിന്നെയാ നമ്മളെ പൊന്ന് തിന്നണ കണ്ടോ നിങ്ങള്? നമ്മളെ പൊന്ന് കൊണ്ട് മന്തി തിന്നണാ. മന്തി ചിക്കൻ ടേബിൾ കാണിച്ചു. കുറേ ദിവസമായി ഒരു ബ്ലോഗ് എടുക്കാൻ മന്തി ബ്ലോഗ്.
കുറേ ദിവസം മന്തി തിന്നാൻ പോയ ട്രാവൽസിലാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ പൊന്നു എന്ത് പെരുകി പെറുക്കി തിന്നാൻ പൊന്നു തിന്നേണ്ട സവാള ഈ ലൈം മേടിച്ചില്ല ഒരു ലൈം വരുമോ ഒരെണ്ണം മതി പിന്നെ ഇത് സ്ഥലം വേണ്ടേ വെള്ളം കുടിച്ചാൽ ഉള്ള വെള്ളം കുടിച്ചിട്ട് നമുക്ക് രണ്ടുകൂടെ ഷെയർ തിന്നെ തിന്നെ ഇതാണാണ് ക്യാമറ നോക്കിയ വേഗത്തല്ല ഫ്രഷ് ലൈം പറഞ്ഞു അതൊന്നുമില്ല എന്നത് ടിഷ്യൂവാ ഒരു ടിഷ്യൂ തന്നില്ലേ ടിഷ്യൂ അല്ലല്ല വെള്ളമാണ് വേണ്ടത് ആ പാത്രത്തോട് കൊടുക്കാനാ അത് വഴക്ക് പറയും അത് കൊടു അവക്ക് എടുക്കാനാ മതി ഒരെണ്ണം എടുത്താ വഴക്ക് പറയട്ടെ എല്ലാം കൂടി എടുത്താ അതന്നെ ഞാൻ പറഞ്ഞു പൊറോട്ട ഒരു പൊറോട്ട തിന്നി പിന്നിപ്പം ഒരു ക്വാർട്ടർ മന്തി 2 ക്വാർട്ടറായിരുന്നു ഒരു ക്വാർട്ടർ തിന്നപ്പോഴത്തേക്കും മതി എനിക്കെന്താന്ന് വെച്ചാൽ കോഴിയുടെ ഈ എല്ലില്ലേ ഈ എല്ലിങ്ങനെ കടിച്ച് ചതച്ച് അതാണ് എനിക്കിഷ്ടം ബസ്സേനൊക്കെ ഇഷ്ടമാണ് എനിക്ക് ചെസ്റ്റ് പീസിനേക്കാളും മറ്റേ അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല എല്ല് കടിച്ച് എനിക്കെല്ലാം ഇഷ്ടം ചിക്കൻ്റെ എല്ലിങ്ങനെ കടിച്ച് പറിച്ചിരുന്നത് അടി ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു ക്ലോസ് ചെയ്തു അപ്പൊ നമ്മുടെ മന്തി ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു കണ്ടോ എല്ലാവരും നമ്മുടെ മന്തി ബ്ലോഗ് തീർന്നു എല്ലാവർക്കും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അത് മാത്രമല്ല ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ട് ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റും അനിച്ചാർക്ക് വേണ്ടി ഒരു പാഴ്സൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാണ് ഓക്കെ 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 അയ്യോ മന്തി വിട്ടിട്ട് ഫോട്ടോ എടുത്തില്ലല്ലേ ഇങ്ങോട്ട് പോകണം നോക്കുന്നത് അത് കണ്ടല്ലോ അത് കാണിക്കില്ലെന്ന് പറഞ്ഞില്ല ലാസ്റ്റ് ലൈം കുടിച്ച് അവസാനിപ്പിക്കും ലൈം ഓർഡർ ചെയ്യാൻ മറന്നുപോയി ലൈം ഓർഡർ ചെയ്യാൻ മറന്നുപോയി അവള് കുടിച്ചിട്ട് എനിക്ക് ഞാൻ കുടിച്ചിട്ട് അവനോട് സ്നേഹം ഉണ്ടാവും ഞങ്ങൾ 3 പേരുടെ അങ്ങോട്ട് പാസ് ചെയ്ത് ഞാൻ കുടിക്കില്ല മൂന്ന് പേര് പാസ് ചെയ്ത് മതി നിങ്ങൾ കഴിഞ്ഞ കയ്യിലും പോയില്ലേ ഇവിടെ ഉണ്ടല്ലോ വാരി വാരി എന്റെ വായിക്കകത്ത് വെച്ചേരും കൈ കഴുകാൻ പോയി ഒന്ന് വേണ്ടി എല്ലാം പറയണോ എല്ലാം ഓൺ ചെയ്തു കൊല്ലിവിടെ തിന്നുന്നുണ്ട് ഞാൻ ആ സൈഡിലേക്ക് അതായത് നീ സെറ്റ് ചെയ്ത് ഏതെങ്കിലും മൂല പൊസിഷൻ അവിടെ ഫോണിൽ എഴുതാം എൻ്റെ ഫോൺ ഫോണില്ല വീട്ടിൽ ഫോണിൽ പോകും തിരിച്ചു വരുമോ
ഈ പൊക്കം കുഴപ്പമുള്ളൂ. ഈ പൊക്കം കുഴപ്പമുള്ളൂ. കറക്റ്റാ. അങ്ങനെ ആക്കല്ലേ, അതിനാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അവൾ ഇവിടെ എല്ലാം എടുത്തിട്ട് നിരത്തിട്ട് ഇവിടെ എല്ലാം അപ്പം ഞങ്ങൾ മന്തി കഴിക്കാൻ പോവാം. മന്തി കാണില്ല. മന്തി മന്തി കണ്ടു. ഇതെല്ലാം മന്തി, ഇതെല്ലാം മന്തി, ഇതെല്ലാം മന്തി. അത് നമ്മളെ കിട്ടുമോ? അതന്നെ അങ്ങോട്ട് ഇറക്കി വെക്കും. അങ്ങോട്ട് മേടിക്കുമോ? അത് മന്തിയോ? ഇല്ല, അവിടെ ഇരുന്നോ. ഇപ്പൊ കണ്ടോ നമ്മളെ കിട്ടും മന്തി. അതിന് മരുന്നേക്കല്ലോട്ടോ. ഞങ്ങൾ എന്തായാലും കാത്തിരുന്ന മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അല്ലേ? വ്യത്യസ്തമല്ല. പല സ്ഥലത്തും മന്തി കഴിച്ച് അടുത്ത് അവിടെ കഴിച്ചിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് മന്തി? എങ്ങനെയുണ്ട് മന്തി? ടൊമാറ്റോ നല്ല എരിവാണ്. ഇല്ല സലാഡ് റൈസ്. അടിപൊളി മന്തി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. എല്ലാവരും പുരിയത്തോട്ട് പോരും കേട്ടോ. നല്ല മന്തിയാണ്. കഴിച്ചോ? പൊന്നൂസ് കഴിക്കുന്നത് കാണിക്കുന്നുണ്ടോ? കാണിച്ചോ. പെണ്ണിനെ കാണിക്കും. ഇത് എങ്ങനെ